എടി അന്നമ്മേ, എടി അന്നക്കുട്ടി, ഇവിടെ എവിടെ പോയി കിടക്കുവാ? ഞാനിവിടെ ഉണ്ട്. അയ്യോടിയേ, അവളെ ഒരു ദേഷ്യം കണ്ടോ? മേടിക്കും നീ. ആ എടി, ഞാൻ ഇത്തിരി നേരം ബൈബിള് വായിക്കാൻ ഇരിക്കുവാ കേട്ടോ. നീ അപ്പുറത്ത് തന്നെ കാണണം. നിറയെ കള്ളന്മാരുള്ള കാലമാണ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടും. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങൾക്ക് മടിയിലിട്ട് തരും. അമ്മേ, വലുതും തരണേ, ഒരു പാവം ചത്തുകാലനാന്നേ. ഇതെന്തൊരു കഷ്ടമാണ്. മനുഷ്യനെ സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനും കൂടെ സമ്മതിക്കത്തില്ലല്ലോ. വിശക്കുന്ന അമ്മച്ചി, വലതും തരണേ, ആരുമില്ലാത്തൊരു പാവമാന്നേ. നിനക്ക് വീടും കുടുംബമൊന്നും ഇല്ലേടാ? അവരൊക്കെ ലണ്ടനിലാന്നേ. അത് കൊള്ളാമല്ലോ. നല്ല ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരണേ. ആ, പോത്തൊലത്തിയതും കോഴി വറുത്തതും താറാവിറച്ചിയും ഒക്കെ ഉണ്ട്. അമ്മച്ചിക്ക് 100 പുണ്യം കിട്ടും. കണ്ട, പിച്ചക്കാർക്ക് കൊടുക്കാനല്ലടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ക്രിസ്മസ് ആയിട്ട് എന്നെ പട്ടിണിക്കിടല്ലേ അമ്മച്ചി? എടി അന്നക്കുട്ടി, എടി അന്നമ്മേ, ഇവളിത് എവിടെ പോയി കിടക്കുക? എടി ആ പട്ടിയെ ഇങ്ങോട്ട് അഴിച്ചു വിട്ടേടി. അയ്യോ, പട്ടി അഴിച്ചു വിടല്ലേ അമ്മച്ചി, പട്ടിയെ കൊണ്ട് കടിപ്പിക്കല്ലേ, ഞാൻ പൊക്കോളാം. അല്പം കഞ്ഞി വെള്ളമെങ്കിലും. തന്നോട് പറഞ്ഞ മനസ്സിലാകത്തില്ലേ? എടി അന്നക്കുട്ടി, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വന്നതായിരുന്നു. ശല്യം. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. 2 പാദത്തോടു കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് മുടന്തനായി സ്വർഗത്തിൽ പോകുന്നത്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാക്കുന്നെങ്കിൽ അത് ചൂഴ്ന്നു കളയുക. 2 കണ്ണുകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് അന്ധനായി സ്വർഗത്തിൽ പോകുന്നത്. കാരണം എല്ലാവരും അഗ്നിയിൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെന്തിനു കൊള്ളാം? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എടി അന്നക്കുട്ടി, മീൻ കറിക്ക് ഉപ്പിട്ടോടി. അമ്മ, അമ്മേ, അമ്മ, അമ്മ, അമ്മോ, അമ്മച്ചിയെ, പലതും തരണേ, ഒരു പാവം പിച്ചക്കാരനാന്നേ, ആരുമില്ലാത്തൊരു പാവമാന്നേ. ആ, നിന്റെ ബന്ധുക്കാരൊക്കെ അങ്ങനെ ലണ്ടനിലായിരിക്കും അല്ലേ? അല്ല അമ്മച്ചി, അവരൊക്കെ ഗൾഫിലാന്നേ. ആരുമില്ല അമ്മച്ചി, സത്യമായിട്ടും ആരുമില്ല. വലതും കഴിച്ചിട്ട് 2-3 ദിവസമാണ്. മുഴു പട്ടിണിയാണ്. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും തരണേ. ഇത് വലിയ ശല്യമാണല്ലോ. ഒരുത്തനെ ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചിട്ടതേ ഉള്ളൂ. ആരുമില്ലാത്തവനാന്നേ, ദാഹിച്ചിട്ട് വയ്യ അമ്മച്ചി, അല്പം വെള്ളമെങ്കിലും. ആരുമില്ലായെങ്കിലേ നിനക്ക് കൂട്ടിട്ട് ഞാനൊരു പട്ടിയെ തരാം. നല്ല കടിക്കുന്ന പട്ടി. എടി അന്നമ്മേ, ആ പട്ടിയെ ഇങ്ങോട്ട് അയച്ചു വിട്ടേടി. അയ്യോ, പട്ടിയെ കൊണ്ട് കടിക്കല്ലേ അമ്മച്ചി, വയറിന് ചുറ്റും കുത്തുവെക്കാൻ എനിക്ക് പേടിയാ. എന്നാ വേഗം വിട്ടു. അയ്യോ അമ്മച്ചി, അങ്ങനെ പറയല്ലേ. എടി അന്നമ്മേ, ഇന്നിനി ചൊവ്വേ നേരം പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.